ഗായ്സ്, ഡൂംസ്ഡേയുടെ ഒരു സ്പെഷ്യൽ ലുക്ക് വന്നിട്ടുണ്ട്. നമുക്കറിയാം ഡൂംസ്ഡേയുടെ ട്രെയിലർ എടുത്ത് വന്നു, അത്യാവശ്യം കൊള്ളായിരുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമല്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സ്പെഷ്യൽ ലുക്ക് വന്നിട്ടുണ്ട്. നമുക്കറിയാം ഡൂംസ്ഡേ എന്ന് പറയുകയാണ് ഈ വർഷത്തെ ഏറ്റവും ആൻറ്റിസിപ്പേറ്റഡ് മൂവിയിൽ രണ്ടിലൊരെണ്ണം ഡൂംസ്ഡേ. ഞാൻ ഏറ്റവും പ്രതീക്ഷ ഒന്ന് ബ്രാൻഡ് ന്യൂഡേയും, രണ്ട് ഡൂംസ്ഡേ ആണ്. ബ്രാൻഡ് ന്യൂഡേ കിഡിലായിരുന്നു, അത് കണ്ടു, നമ്മൾ വിചാരിച്ചതിലും ആ പടം വന്നു. അതുപോലെ തന്നെ ഡൂംസ്ഡേ. സോ നിങ്ങളറിയാം, ഇപ്പം ഞാൻ ലാസ്റ്റ് നമ്മുടെ ഇതിൻ്റെ ട്രെയിലർ വന്നായിരുന്നു, ഡൂംസ്ഡേയുടെ ട്രെയിലർ വന്നിട്ട് ചിലവരൊക്കെ പറഞ്ഞത് കിഡിലാണ്, ചിലവർക്ക് അത്രത്തോളം വർക്കായിട്ടില്ല, വലിയ സെറ്റപ്പില്ലെന്ന് പറഞ്ഞു. എനിക്കത് ഓക്കെ ഫീലാണ്. അത് എന്താണെന്നറിയോ അങ്ങനെ പറയുന്നതിന് മെയിൻ കാരണം? അതായത് നമുക്കറിയാം മാർവൽ സ്റ്റുഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാർവൽ മൂവീസ് ഒരു കാലത്തുണ്ടാക്കിയൊരു കോളുകളൊക്കെ ഉണ്ടായിരുന്നു. അതായത് എൻ ഗെയിം വരെ, ഈ ഇൻഫിനിറ്റി വാറും എൻ ഗെയിം ഒക്കെ വന്നപ്പോൾ തൊട്ട് ആദ്യമായിട്ട് മാർവൽ മൂവി കാണാൻ വന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. ഇപ്പം ഞാൻ തിയേറ്ററിൽ പോയ സമയത്ത് എൻ ഗെയിമും ഇൻഫിനിറ്റി വാർ കാണാൻ പോയ സമയത്ത് ആ മാർവൽ മൂവി ഒന്നും ഫോളോ ചെയ്യാതെ ഇൻഫിനിറ്റി വാർ മാത്രം കാണാൻ വന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. സോ അതിന് ശേഷം കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. ഈ എൻ ഗെയിമിനൊക്കെ ശേഷം മാർവലിൻ്റെ പടങ്ങളൊക്കെ ആദ്യം തൊട്ട് കണ്ട് ഫോളോ ചെയ്ത് വരുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ വന്നവർക്ക് ചിലപ്പം ഇപ്പം ഡൂംസ്ഡേ കാണുമ്പോൾ ഭയങ്കര ഹൈപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് ദ ഹാർഡ് കോർ മാർവൽ ഫാൻസ് ഉണ്ട്. ഹാർഡ് കോർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പുതുതായിട്ട് കാണുന്നവരെ മോശമാക്കിയിട്ടൊന്നുമില്ല. അതായത് ഈ ഇൻഫിനിറ്റി വാറിനൊക്കെ മുമ്പോട്ട് തന്നെ അയൺമാൻ തൊട്ട് അതായത് നമ്മൾ കോമിക്സ് ഒന്നും ഫോളോ ചെയ്യണ്ടേ, അയൺമാൻ തൊട്ട് മാർവൽ മൂവീസ് കാണുന്ന ഒരു ആൾക്കാരുണ്ടായിരുന്നു. അതായത് സിവിൽ വാർ വരെ കണ്ടു നിർത്തിയതിന് ശേഷം നമ്മളൊരു മാർവൽ മൂവിക്ക് വേണ്ടി എക്സ്പെക്ട് ചെയ്യണം. അങ്ങനെ എക്സ്പെക്ട് ചെയ്ത സമയത്താണ് ഇൻഫിനിറ്റി വാർ എന്ന് പറയുന്ന ട്രെയിലർ അവഞ്ചേഴ്സിന് റിലീസാണ്. ആ ട്രെയിലർ കണ്ടപ്പോൾ കിട്ടിയ നമുക്കൊരു ഗൂസ് ബംസ് ഉണ്ട്. അതായത് അത് നിങ്ങളിപ്പം ഈ എൻ ഗെയിമിന് ശേഷം കാണുന്ന ആൾക്കാരല്ല ഞാൻ പറഞ്ഞത്, അതിനൊക്കെ മുന്നേ കണ്ടിട്ട് ഇപ്പം ആ ട്രെയിലർ എടുത്ത് കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഫീൽ കിട്ടത്തില്ലായിരിക്കും. ബട്ട് അന്തകാലത്തിൽ എനിക്കിപ്പോഴും ആ ട്രെയിലർ കാണുമ്പോൾ ഞാൻ എപ്പോഴും പറയും ഇൻഫിനിറ്റി വാറാണ് മാർവൽ ഇന്നേ വരെ ഇറങ്ങിയത് ഏറ്റവും ബെസ്റ്റ് ട്രെയിലർ, അവഞ്ചേഴ്സിന് ഏറ്റവും ബെസ്റ്റ് ട്രെയിലർ ഇൻഫിനിറ്റി വാറാണ്. അതെന്തുകൊണ്ടാണെന്നാൽ സിവിൽ വാർ വരെ നമ്മളങ്ങനെ കണ്ടിട്ട് നമ്മൾ ഓരോ പടം ഫോളോ ചെയ്ത് വന്നിട്ട് സിവിൽ വാർ വരെ കണ്ടിട്ട് നെക്സ്റ്റ് ഒരു അവഞ്ചേഴ്സ് മൂവി ഇറങ്ങുക. അതായത് നമ്മൾ സിവിൽ വാറിൽ മാത്രമാണ് ഇത്രയും നോർമൽ അവഞ്ചേഴ്സ് മൂവി എന്ന് പറയുന്നത് ഒറിജിനൽ 6 അവഞ്ചേഴ്സ് ഒരുമിച്ച് വരുന്ന മാത്രം അത്ര നാൾ നമ്മൾ കണ്ടിട്ടുള്ളൂ. സിവിൽ വാർ വന്നപ്പോൾ ഇച്ചിരി കൂടുതൽ ആൾക്കാരും കൂടെ വന്നപ്പോൾ നമുക്ക് ഭയങ്കര എക്സ്പെക്ടേഷൻ ആണ് സിവിൽ വാറിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ. എന്നിട്ടാണ് ഇൻഫിനിറ്റി വാറിൻ്റെ ട്രെയിലർ വരുന്നത്. ഇൻഫിനിറ്റി വാറിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ ഞാനൊക്കെ ഇത് വണ്ടർ അടിച്ചിരുന്നിട്ടുണ്ട്. അതായത് അതിനകത്ത് ആദ്യത്തെ ഒരു ഭാഗമുണ്ട്, there was an idea to bring together a group of remarkable people എന്ന് പറഞ്ഞാൽ നിക് ഫ്യൂരിയുടെ നറേഷൻ. ആ നറേഷൻ കാരണം മാർവൽ സ്റ്റുഡിയോസ് എന്ന് എഴുതി കാണിക്കുമ്പോൾ ഒരു BGM വരും, അതായത് സൗണ്ട് ട്രാക്ക് മാർവലിൻ്റെ. അത് കേൾക്കുമ്പോൾ ഒരു രോമാഞ്ച സാധനമുണ്ട്. അത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, കാരണം അത് അന്ന് കാണുമ്പോൾ ആ സാധനം കിട്ടുള്ളൂ. കാരണം നമ്മൾ ആ ലൈഫിൽ ഫസ്റ്റ് ടൈം കാണുമ്പോൾ ഇങ്ങനെ സാധനം എന്നിട്ട് ഞാൻ ഈ ട്രെയിലർ കണ്ടിട്ട് ഞാൻ ഈ ക്രോമി എടുത്തിട്ട് അവഞ്ചേഴ്സിന് എടുത്ത് നോക്കിയിട്ട് ഇതിൻ്റെ കാസ്റ്റ് നോക്കുമ്പോൾ എല്ലാവരും ഞാൻ നോക്കിയത് എങ്ങനെ എല്ലാവരും വെച്ച് സിനിമ എടുക്കുന്നതെന്ന്. ആ ഒരു സാധനം ക്രിയേറ്റ് ചെയ്ത ടീമാണ് ഇവന്മാർ. അത് കണ്ടിട്ടാണ് നമ്മൾ നമ്മുടെ ഡൂംസ്ഡേയിലേക്ക് വരുമ്പോൾ നമുക്ക് ആ പണ്ടത്തെ ഒരു സാധനം കിട്ടിയില്ല. അതുകൊണ്ടല്ല ഈ ട്രെയിലർ മോശമെന്നല്ല, ഈ അന്ന് നമുക്ക് കിട്ടിയൊരു ഗൂസ് ബംസ് ഉണ്ട്, അതിപ്പം നമുക്ക് കിട്ടിയിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അത് അന്ന് ആ കണ്ടവർക്കാണ് അത് ക്ലിക്കാകത്തുള്ളൂ. ഇപ്പം പുതിയതായിട്ട് കാണുന്നവരെല്ലാവരും ഒരുമിച്ചൊക്കെ എടുത്തുള്ള ആദ്യം തൊട്ട് കണ്ട് പിന്നെ പുറകിൽ നിന്ന് പോയി കണ്ടു വരുന്നത്. പക്ഷെ നമ്മൾ ഇന്നേ വരെ അത് കാണാതെ അങ്ങനത്തെ സാധനം പെട്ടെന്ന് ഒരു ട്രെയിലർ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗൂസ് ബംസ് ഉണ്ട്. എനിക്ക് ഇന്നും ഇൻഫിനിറ്റി വാറിൻ്റെ ട്രെയിലർ കാണുമ്പോൾ ആ ഒരു ഫീൽ കിട്ടും. വെൽ മെയ്ഡ് ട്രെയിലർ എന്ന് പറഞ്ഞാൽ അത്രയും നല്ല ട്രെയിലർ. ഒരു അവഞ്ചേഴ്സിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് അതാണ്. സോ അതുകൊണ്ടാണ് ഈ ഡൂംസ്ഡേയുടെ ഈ ഇടയ്ക്ക് ഒരു ട്രെയിലർ ഇറങ്ങിയിട്ട് എനിക്ക് അത്രയും കുഴപ്പമില്ല എന്ന രീതിയിൽ തോന്നിയിട്ടുള്ളൂ. പിന്നെ നമുക്കറിയാം എൻ ഗെയിമിന് ശേഷം മാർവൽ നല്ലതായിട്ട് ഡൗൺഫാളായി, പിന്നെ എല്ലാ ശോകം പടങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അവരൊന്ന് കരകയറി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പടത്തിൽ പക്ഷേ എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഒന്ന് റോബർട്ട് ഡോണി ജൂനിയർ, നമ്മളെ ക്രിസ് ഇവാൻസ് ഇവരെല്ലാം റിട്ടേൺ ആവുന്നുണ്ട്. 2 ഇത് റൂസോ ബ്രദേഴ്സാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. നമ്മുടെ പ്രീവിയസ് സിവിൽ വാറും വിന്റർ സോൾജറും ഇൻഫിനിറ്റി വാർ എൻ ഗെയിം ഒക്കെ ഡയറക്റ്റ് ചെയ്ത അതേ ആൾക്കാർ. അവർക്ക് കറക്റ്റ് അറിയാം എങ്ങനെയാണ് ഒരു കോമിക് റിലേറ്റഡ് മൂവി ഡയറക്റ്റ് ചെയ്യേണ്ടത്. അവരത് കഴിവ് തെളിയിച്ച ആൾക്കാരാണ്. സോ അവരുടെ മൂവിയും കൂടെ ആയതുകൊണ്ടാണ് എനിക്ക് ഇതിനകത്തൊരു ഇത്രയും ഹോപ്പ്. എനിക്ക് ആദ്യം അവഞ്ചേഴ്സിന് ഹോപ്പില്ല. എന്താണെന്ന് വെച്ചാൽ കാങ്ങിനെ വെച്ചാൽ ഒരു പ്ലാൻ ചെയ്തത് ഡൈനാസ്റ്റിയും പരിപാടിയും അതൊക്കെ വൻ ശോകമായിരുന്നു, കാങ്ങിൻ്റെ സാധനങ്ങളൊക്കെ. ബട്ട് ഏതായാലും അവരെല്ലാം പൊളിച്ചു പണിത് ഇപ്പം വീണ്ടും വരുന്നുണ്ട്. സോ ഞാൻ വൻ ഹൈപ്പിലാണ്. എനിക്ക് ഭയങ്കര ഹൈപ്പുണ്ട് ഈ പടം. എനിക്ക് ആഗ്രഹമുണ്ട് ഇൻഫിനിറ്റി വാർ എൻ ഗെയിമിലേക്ക് മോളിൽ പോകണമെന്ന്. അതിനുള്ള കാലിബറുള്ളൊരു കോൺസെപ്റ്റാണ് ഈ ഡൂമിനെ കുറിച്ച് നിങ്ങൾ കോമിക്സൊക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടറാണ്. സോ അതേപോലെ അത് ഇതിനകത്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ സെറ്റാവും. നമുക്കേതായാലും ഇതിൻ്റെ സ്പെഷ്യൽ ലുക്ക് ഒന്ന് കണ്ടു നോക്കാം. ഏകദേശം 2 മിനിറ്റും 10 സെക്കൻഡും ഡ്യൂറേഷൻ. നമുക്കതിന് കണ്ടു നോക്കാം. Victor was always the smartest guy in every room. Yes, of course. Victor Von Doom. He used to be different.
മാർവൽ സ്റ്റുഡിയോസ് ഈശ്വര. Used to be kind, used to be caring. ഫാന്റാസ്റ്റിക് ഫോർ ടീമൊക്കെ ആണല്ലോ. മാഗ്നീറ്റോ, ക്രിസ് എവൻസ് എല്ലാവരും ഉണ്ടല്ലോ. Everything he loved was taken from him. I knew he was lost. Nice. But I did not realize. ഒരു ഇന്നത്തെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം, തോറിനെ കോമഡി പീസ് ആക്കിയിട്ടില്ല. കാരണം തോറിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ആ പുള്ളിനെ ഇൻഫിനിറ്റി വാർ ഹെവി ലെവലായിരുന്നു, എന്നാൽ അവസാനം വക്കാണ്ടേ വന്നു. പക്ഷേ എൻ ഗെയിമിൽ ഭയങ്കര കോമഡി പീസാക്കി പുള്ളി. നിങ്ങൾക്ക് തോർ ഡാർക്ക് വേൾഡ് അല്ലെങ്കിൽ തോർ ഫസ്റ്റ് സെക്കൻഡ് മൂവീസൊക്കെ കണ്ടു കഴിഞ്ഞാൽ പുള്ളി എന്താണെന്ന് മനസ്സിലായി. അത് അവഞ്ചേഴ്സ് സെക്കൻഡ് വരെ. അത് കഴിഞ്ഞ് പുള്ളീനെ ഒരു വേറെ മാനേഴ്സിലേക്ക് വേറൊരു ഇതിനകത്തേക്കും കൊണ്ടുപോയി. അത് എനിക്ക് അത്രത്തോളം വർക്കായി. പിന്നെ തോർ 3 ആണെങ്കിൽ പോലും 3 നല്ലതാണ് എനിക്ക്, നമ്മുടെ ഇത് റാഗ്നറോക്ക്. ബട്ട് 4th ഒക്കെ വൻ ശോകം. തോർ അങ്ങനെയല്ല. തോർ എന്ത് പവർഫുൾ ആണെന്നറിയോ? അത് ഇതിനകത്ത് എനിക്ക് തോന്നുന്നു തോർ നല്ല സീരിയസ് മോഡാണ് പിടിച്ചാക്കുന്നത്. എനിക്ക് അങ്ങനെ പിടിക്കുന്നത് കുറച്ചുകൂടി ഇഷ്ടം കേട്ടോ. അണ്ണൻ്റെ മുഖം കാണിക്കോ? Victor, did you do this? റോബർട്ട് ഡൗണി. All of you have lived stolen lives. But now you must give them back. സൈക്കോപ്സ്. Let me finish, God! Did you do this? I swear you will beg for hell long before I grant it. സീൻ Answers to me. ഇത് ഒറിജിനൽ ആയിരുന്നോ? ഇതൊരു ലീക്ഡ് വീഡിയോ AI വെച്ച് ക്രിയേറ്റ് ചെയ്യുന്ന രീതി വന്നിരുന്നു. ഇത് ഉള്ളതാണ്. സീറ്റ് ഇൻഫിനിറ്റി വിഷൻ. അതെന്തെങ്കിലുണ്ടോ? ഇല്ല. 4 months 3 days. ഇതിൻ്റെ അവസാന സാധനമില്ല, ഡൂം മറ്റേ കുറേ റോബോട്ട് സാധനത്തിനെ സെറ്റ് ചെയ്യുന്നത്. അത് എയർ സാധനമായിട്ട് സെറ്റ് ചെയ്തൊരു 2-3 ചാനൽ വന്നിട്ടുണ്ടായത്. ഇതിപ്പോൾ ഏതാണ് റിയാലിറ്റി ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ. ഇത് ഇവന്മാർ ലീക്കായിട്ട് ഇവന്മാർ ഒരു ഐഡിയ വെച്ച് ചെയ്യുന്നതാണോ, അതായത് ലീക്കായത് ഇവന്മാർ പുറത്ത് വിടുന്നതാണെന്ന് അറിയില്ല. ബട്ട് എനിവേസ് കൊള്ളാം, കുഴപ്പമില്ല. എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു. ബട്ട് എനിക്ക് ഇപ്പം ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സിമ്പിളായിട്ട് ഞാൻ പറയും, ഇപ്പം താനോസിനെ ഈ കൊണ്ടുവന്ന രീതിയുണ്ട്. അതായത് പുള്ളിനെ ഓരോ പടത്തിൽ ടി സി പുള്ളിയൊരു ഹെവി പവർഫുൾ ക്യാരക്ടറാണെന്ന് പറഞ്ഞ് പുള്ളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അങ്ങനത്തെ രീതിയിലാണ് പുള്ളിനെ കൊണ്ടുവന്നത്. അപ്പം നമുക്കൊരു പവർഫുൾ ഫീൽ കിട്ടും. നമുക്ക് ഈ വിക്ടർ വോണ്ടു എന്ന് പറഞ്ഞാൽ ഭയങ്കര പവർഫുൾ ക്യാരക്ടറാണ്. പക്ഷേ എന്താ പ്രശ്നം എന്നറിയോ? ഇവരുടെ പ്രശ്നം ഒരു വിധത്തിൽ പറയുകയാണെങ്കിൽ കാങ്ങിനെ കൊണ്ടുവരാൻ പ്ലാൻ ചെയ്തിട്ടാണ് ഈ വിക്ടർ വോണ്ടുവിനെ കൊണ്ടുവന്നത്. അപ്പം കാങ്ങിനെ ഇവർ പ്ലാൻ ചെയ്ത പഴയ രീതിയിൽ തന്നെ, അതായത് ഓരോ പടത്തിലും കൊണ്ടുവന്ന് ടി സി ആ രീതിയിലാണ്. പക്ഷേ അവസാനമായപ്പോഴാണ് ഇവർ മൊത്തത്തിൽ മാറ്റാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് വിക്ടർ വോണ്ടു ആകെ പടയ ഫാന്റാസ്റ്റിക് ഫോറിൽ മാത്രമാണ് ജസ്റ്റ് ഒന്ന് ടീസ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവർ ഈ പെട്ടെന്ന് ഡൂം വന്നു, പെട്ടെന്ന് തോറിൻ്റെ സ്റ്റോം ബ്രേക്കർ ഇങ്ങനെ തടയുന്ന സമയത്ത് നമുക്ക് ആ ഒരു പുള്ളി പവർഫുള്ളാണ് നമുക്ക് ഫീൽ ചെയ്തു. പക്ഷേ ആ ഒരു സാധനം കിട്ടുന്നില്ല. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ താനോസിനെ കൊണ്ടുവന്ന് നമ്മളെ മനസ്സിൽ നമ്മൾ ഇഞ്ചെക്ട് ചെയ്ത് തരുവാണ്. താനോസ് ഇത്രയും വലിയൊരു പവർഫുൾ ക്യാരക്ടറാണെന്ന് ഓരോ പടത്തിൽ കൊണ്ടുവന്ന് എന്നിട്ട് പുള്ളി വന്നിട്ട് ഈ ഫൈറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഫീൽ കിട്ടും ഭയങ്കര എൻ്റെ ഹെവി വില്ലൻ. കാരണം എസ്റ്റാബ്ലിഷ് ചെയ്തു പുള്ളിനെ കൃത്യമായിട്ട്. പക്ഷേ ഡൂമിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ടൈം അവർക്ക് കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു. എനിക്ക് തോന്നും മേ ബി പടത്തെ സെറ്റായിരിക്കും. ബട്ട് ഇതിനകത്ത് ഇപ്പോൾ സ്റ്റോം ബ്രേക്കർ ഒന്ന് തടഞ്ഞാലും സ്റ്റോം ബ്രേക്കർ എടുത്ത് എറിയുന്ന കണ്ടിട്ട് പോലും എനിക്ക് എനിക്ക് മോശം എന്നല്ലേ പറഞ്ഞത്. ആ ഒരു ഇത് കിട്ടുന്നില്ല. നമ്മൾ ആഗ്രഹിക്കുന്നൊരു സാധനമുണ്ട്. അത് എനിക്കറിയില്ല എന്തുകൊണ്ടാണ്. അത് ഇനി മേ ബി സിനിമയ്ക്കകത്ത് വ്യക്തമായിട്ട് ആ ക്യാരക്ടർ ആർക്ക് പോലെ ഇരിക്കും. ഇവരെ ക്യാരക്ടറിനെ ഒറ്റയടിക്ക് സഡൻലി കൊണ്ടുവന്ന് വ്യക്തമായിട്ട് വെൽ എസ്റ്റാബ്ലിഷ് ചെയ്യുവാണെങ്കിൽ സെറ്റായിരിക്കും. അല്ലാത്ത പക്ഷം നമുക്കൊരു ഫീൽ പെട്ടെന്നൊരു വില്ലൻ വന്ന് ഇവരെല്ലാം തടയുന്നു, അങ്ങനെ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഇത് തരത്തില്ല. ആ ഒരു ക്യാരക്ടർ ആർക്ക് നല്ലപോലെ കൊണ്ടുവരണം. എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ
അതായത് ഓവർ CG ഫീൽ എനിക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തോറിൻ്റെ ആ ഫൈറ്റ് സീനൊക്കെ ആണെങ്കിലും CG അല്ല, ഒരു AI ഫീൽ ചെയ്യുന്നുണ്ട് ഇടയ്ക്കൊക്കെ. കാരണം പണ്ടെന്നൊക്കെ പറഞ്ഞാൽ AI ഇത്ര ഇല്ലാത്തതുകൊണ്ട് ഇവർ പ്രാക്ടിക്കൽ എഫക്റ്റും CG VFX ഇത് വെച്ചാണ് മൊത്തം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ കുറേ AI ചിലപ്പം ഞാൻ പറയുന്നത് ചില സാധനമൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര രസമായിരിക്കും, ഒറിജിനലിനെ വലിയ സാധനമായിരിക്കും, എന്നാൽ പോലും ചിലയിടത്ത് നല്ലൊരു AI ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ സ്പൈഡർമാൻ്റെ ടീസർ വന്ന സമയത്ത് ട്രെയിലർ വന്ന സമയത്ത് ഈ ഫീൽ ഉണ്ടായിരുന്നു. ബട്ട് മൂവി ആകുമ്പം സെറ്റായിരുന്നു, ആ കിടിലായിട്ടെല്ലാം വന്നിട്ടുണ്ട്. സോ അതേപോലെ തന്നെ ഇത് മൂവി വരുമ്പോൾ ഒരു അടിപൊളി ആട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബട്ട് എനിക്കിത് ഓക്കെ ഒരു ഫീൽ തന്നെയാണ്. എനിക്കൊരു ഭയങ്കര ഹൈപ്പ് ഫാക്ടറൊന്നും കിട്ടിയിട്ടില്ല, ഓക്കെ. ബട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട്, കാരണം റൂസോ ബ്രദേഴ്സിൻ്റെയാണ്. പിന്നെ അവഞ്ചേഴ്സ് മാർവലിന് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഇവരുടെ ക്യാരക്ടേഴ്സും പരിപാടിയൊക്കെ. പിന്നെ സൈക്ലോപ്സിൻ്റെ ഒക്കെ കാര്യം, അതായത് സൈക്ലോപ്സിനൊന്നും എക്സ്മാൻ സീരീസിലൊന്നും വലിയതായിട്ട് യൂസ് ചെയ്തിട്ടില്ല, പുള്ളിയുടെ ഒരു പ്രോപ്പർ സാധനമൊന്നും ചെയ്തിട്ടില്ല ഇവർ. സോ ഇതിനകത്ത് തന്നെ പുള്ളിനെയും ഒരു കിടിലായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഉണ്ട്, ചാർട്ട് സേവർ, മാഗ്നീറ്റോ, ഷാങ്ജി, വക്കാണ്ടൻസ്, ഫാന്റാസ്റ്റിക് ഫോർ, ന്യൂ അവഞ്ചേഴ്സ്, നമ്മുടെ ക്രിസ് ഇവാൻസ്, ഇനിയും റോബർട്ട് ഡോണിയുടെ വേറെ അയൺമാൻ വേരിയൻറ്റിനെ വേറെ കൊണ്ടുവരാനും ചാൻസ് ഉണ്ടാകും, നമുക്കറിയാൻ പറ്റില്ല. പിന്നെ കുറേ ഫാൻ തിയറീസ് ഒക്കെ വരുന്നുണ്ട്. അതായത് ഇവർ നമ്മുടെ ആരായിരുന്നു എക്സ്മെൻ മ്യൂട്ടൻസ് എല്ലാം ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് ആദ്യമേ പടം തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ടോബി മഗ്വയറിൻ്റെ സ്പൈഡർമാൻ യൂണിവേഴ്സിലേക്കായിരിക്കും പുള്ളിനെ തീർക്കാൻ വേണ്ടി ഇവന്മാർ പോകുന്നു, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഞാൻ അവരോട് പറയുന്നത് ഇത്രേ ഉള്ളൂ, ഒത്തിരി എക്സ്പെക്ടേഷൻ പോകണ്ട. നമ്മൾ ഈ ഒരേ ഫാൻ തിയറീസ് ഇതൊക്കെ വായിച്ചിട്ട് പോയിട്ട് നമ്മൾ വിചാരിക്കുന്ന രീതി പടം വന്നില്ലെങ്കിൽ ഡിസപ്പോയിൻറ്റഡ് ആവും. സോ അതൊന്നും നിങ്ങൾ ട്രെയിലർ കണ്ടിട്ട് ട്രെയിലറിൽ നിന്നുള്ള വെച്ച് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുക, അതിൻ്റെ മുകളിലേക്കൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പോകണ്ട. ഈ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ സിനിമ ഇറങ്ങിയ സമയത്ത് ഭയങ്കര ഫാൻ തിയറീസ് ആണ് ഇതിനകത്ത്. ഇല്ലുമിനാറ്റിയുടെ ഗ്രൂപ്പ് വരും, അതേപോലെ തന്നെ ഇല്ലുമിനാറ്റി വന്നു എന്നാൽ പോലും അയൺമാൻ്റെ സുപ്പീരിയർ അയൺമാൻ വരും, പിന്നെ വേറെ കുറേ സാധനം വരും, മറ്റേ ടോബി മേഗറിൻ്റെ സാധനം വരും, കുറേ ഹൈപ്പ് ഫാൻ തിയറീസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊന്നും ഇല്ലായിരുന്നു, വന്നു തൊട്ട് പ്രോപ്പറായിട്ട് കൊണ്ടുവന്നില്ല, പുട്ടുപോലെ അതിനെയൊക്കെ നശിപ്പിച്ചും കളയും. സോ അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മൾ ഒത്തിരി എക്സ്പെക്ട് ചെയ്യാൻ പോകും ഇങ്ങനത്തെ പടത്തിൽ. ട്രെയിലറിൽ നിങ്ങൾ എന്ത് കണ്ടു ആ കാര്യങ്ങളെ വെച്ച് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുക, അല്ലാതെ ഒത്തിരി നമ്മൾ ഫാൻ തിയറീസും വരും കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ട് നമ്മൾ വിചാരിച്ചത്ര പടം വന്നില്ലെങ്കിൽ നമ്മൾ ഡിസപ്പോയിൻറ്റഡ് ആകും, അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അതുകൊണ്ട് ഉള്ള കാര്യങ്ങൾ വെച്ച് എക്സ്പെക്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ച് അസംഷനിലൊക്കെ പോകും. ഒത്തിരി പിന്നെ ഞാൻ പറഞ്ഞ ഡിഗ് ചെയ്ത് ബ്രേക്ക് ഡൗൺ ചെയ്ത് അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ നമ്മൾ ഇതിനെ വലിച്ചേറി സ്ക്രൂട്ടണി ചെയ്യാൻ പോകേണ്ട അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ കാരണം അങ്ങനെ സിനിമ കാണേണ്ട ആവശ്യമില്ല. ചിലരൊക്കെ ട്രെയിലർ ഡീകോഡിങ് ഒക്കെ അനാവശ്യമായിട്ട് ഭയങ്കരമായിട്ട് രീതി ചെയ്ത് അത് എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ പരീക്ഷ ചെയ്താലൊന്നുമല്ല പോകുന്നത്. നമ്മളൊരു സിനിമ കാണാൻ എൻ്റർടൈൻമെൻറ്റ് ഫാക്ടറിന് പോവുകയാണ്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമ്മൾ ആ സിനിമ കണ്ടിട്ട് അതിൻ്റെ ട്രെയിലറും ടീച്ചറൊക്കെ വെച്ച് ആ ഒരു പ്രതീക്ഷയിൽ പോയി സിനിമ കാണുക. എന്നിട്ട് സിനിമയ്ക്കകത്ത് എന്തെങ്കിലും ഹിഡൻ ഡീറ്റെയിൽസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ ഡീകോഡിങ് ചെയ്യുകയോ അല്ലെങ്കിൽ സ്ക്രൂട്ടണി ചെയ്യുകയോ എന്തെങ്കിലും പരിപാടിയൊക്കെ ചെയ്തോ, അത് കുഴപ്പമില്ല. നമ്മൾ ഒത്തിരി അല്ലാതെ ട്രെയിലറും ടീച്ചറും കണ്ട് നമ്മൾ കുറേ തിയറീസ് കണ്ടുപിടിച്ച് വേറെ കുറേ ഫാൻ തിയറീസ് ഒക്കെ കേട്ട് സിനിമയ്ക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല. സോ ഇതൊക്കെയാണ് അപ്പം എനിക്ക് ഡൂംസ്ഡേയുടെ സ്പെഷ്യൽ ലുക്ക് കണ്ടപ്പോൾ തോന്നിയത്. നിങ്ങൾക്ക് എന്താ തോന്നിയതെന്ന് വെച്ചാൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ അഭിജിത്ത് ആൻഡ് യു ആർ വാച്ചിങ് ഫ്ലിക്ക് ആൻഡ് ഫ്രെയിംസ്.